അയ്യോ വക്കഫാണോ, ഓ വക്കഫ് എന്ന് കേട്ടാൽ പിന്നെ ഞങ്ങളെല്ലാവരും പിന്നെ സല്യൂട്ട് അടിച്ച് മാറും. അത്തരത്തിലുള്ള ആ പരിപാടി ഇതോടുകൂടി തീരും. റഷീദ് അലി തങ്ങൾ, അത് UDFന്റെ ആളാണെന്ന് ഓർക്കണം, വഖഫ് ബോർഡിന്റെ ചെയർമാൻ ആയിരിക്കെയാണ് മുനമ്പം വസ്തു വഖഫ് ആസ്തി പട്ടികയിലേക്ക് എഴുതി ചേർക്കുന്നത്. ഇതുപോലെ വിവരമില്ലാത്ത ആളുകൾ വി.ഡി. സതീശൻ ഇപ്പം മുഖ്യമന്ത്രിയായ ശേഷം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്ന് പറഞ്ഞൊരു കാര്യമാണ്. UDFലെ ഘടകകക്ഷികളെ നയിക്കുന്നത് ഞാൻ ആശ്രയിച്ചിരിക്കും. ഘടകകക്ഷികൾ എന്ന് പറയണമെന്നില്ല, മുസ്ലിം ലീഗ്. കഴിഞ്ഞ 4 വർഷമായിട്ട് ആ ജനത്തെ ഇതുപോലെ നരകിപ്പിക്കാൻ കേരള സർക്കാരിന്റെ റവന്യൂ വകുപ്പ് കൂട്ടുനിന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം ലജ്ജാകരമായ കാര്യമാണ്. മുഹമ്മദ് സിദ്ദിഖ് സേട്ടുവിന്റെ കയ്യിൽ ഇതെങ്ങനെ എത്തിയെന്നുള്ളതാണ്. ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് അദ്ദേഹം തട്ടിപ്പ് നടത്തി സ്വന്തമാക്കി മാറ്റി. ഒരു ഡോക്യുമെന്റ് വേണം, കുടിയുറപ്പ് സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ വീടൊന്ന് വലുതാക്കണം, പറ്റുമോ? ഇതെല്ലാം കണ്ണി പൊടിയിടുന്ന ഏർപ്പാടുകളാണ്. ഈ കരമടക്കാൻ അത് ഇതെന്നൊക്കെ പറഞ്ഞ് സൂത്രമാണ്, അത് പറ്റിച്ചതാണ്. തേജസ് എന്ന ഭീകര പ്രവർത്തകരുടെ പത്രം ആണ് ആദ്യമായിട്ട് ഈ വിഷയം കൊണ്ടുവന്നത്. വഖഫ് സ്ഥലങ്ങൾ അന്യാധീനപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു സീരീസ് ഓഫ് ആർട്ടിക്കിൾസ്. വഖഫ് നിയമ ഭേദഗതിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ആ മൂവ് നടത്തിയില്ലായിരുന്നെങ്കിൽ മുനമ്പത്തെ ഭൂസംരക്ഷണ സമിതിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ ശക്തി കിട്ടുമായിരുന്നില്ല. മുനമ്പം തർക്കഭൂമിയുമായി ബന്ധപ്പെട്ട് സമരസമിതിയുടെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച് മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടി എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഫാദർ ജോഷി മയ്യറ്റിലാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം ഫാദർ. നമസ്കാരം. ഇപ്പം മുനമ്പത്തെ ഒരു വഖഫ് വിഷയം, ഭൂമി വിഷയം തർക്കം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമി തർക്കമാണ്. എങ്ങനെയാണ് ഈ മുനമ്പ വിഷയത്തെ ഇത്രയും ഇന്ന് വരെയുള്ള ഈ നാൾ വഴികളെ എങ്ങനെയാണ് ഫാദർ നോക്കിക്കാണുന്നത്? തിരുവിതാംകൂർ രാജാവ് പാട്ടത്തിന് കൊടുത്തൊരു ഭൂമി, സ്വാഭാവികമായിട്ടും തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഭാഗം അതല്ലേ ആവുള്ളൂ. തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് മുനമ്പത്തിൻ്റെ ഒരു ഭാഗം തിരുവിതാംകൂറിൽ പെട്ടതും മറ്റൊരു ഭാഗം കൊച്ചിയിൽ പെട്ടതുമാണ്. അപ്പോൾ ആ ഭാഗം അന്നത്തെ 404 ഏക്കർ അബ്ദുൽ സത്താർ ഹാജി മൂസ സേട്ടുവിന് രാജാവ് അന്ന് നൽകിയത്രേ. അത് അദ്ദേഹം ഒരിക്കലും സ്വന്തമായിട്ട് കരുതിയില്ല, കാരണം പാട്ടഭൂമിയാണ്. അപ്പോൾ പാട്ടഭൂമി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വസ്തുവകകളുടെ ലിസ്റ്റിൽ അതില്ല. പ്രത്യേകിച്ച് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ്റെ ആ ഒരു റിപ്പോർട്ടിനോടനുബന്ധിച്ച് ഈ ഡോക്യുമെൻറ്റുകൾ ശേഖരിക്കാനായിട്ട് കഴിഞ്ഞു. അതാണ് അതിൻ്റെ ഏറ്റവും ഏക ഗുണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഏക ഗുണം ഡോക്യുമെൻറ്റുകൾ പുറത്തു വന്നു. ആ ഡോക്യുമെൻറ്റുകൾ പരിശോധിക്കുമ്പോൾ ഈ പാട്ടഭൂമിയായി നൽകപ്പെട്ട ഈ ഭൂമി പിന്നീട് എങ്ങനെ ഈ കുടുംബവുമായി ഒരു ബന്ധവുമില്ലാത്ത മുഹമ്മദ് സിദ്ദിഖ് സേട്ടുവിൻ്റെ കയ്യിലേക്ക് എത്തി എന്നൊരു ചോദ്യം, മുഖ്യമായ ചോദ്യമുണ്ട്. അവിടെയാണ് അതിനിടക്ക് നമ്മളൊരു ഭാഗാധാരം കാണുന്നു, അതിനിടക്ക് പിന്നെ തീരാധാരം കാണുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ 1950 ഈ ഫറൂഖ് കോളേജിന് മുഹമ്മദ് സിദ്ദിഖ് സേട്ടു അതൊരു ദാനാധാരമായിട്ട്, ഗിഫ്റ്റ് ഡീഡായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചോദ്യം, മുഹമ്മദ് സിദ്ദിഖ് സേട്ടുവിൻ്റെ കയ്യിൽ ഇതെങ്ങനെ എത്തിയെന്നുള്ളതാണ്. ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് അദ്ദേഹം തട്ടിപ്പ് നടത്തി സ്വന്തമാക്കി മാറ്റി എന്നുള്ളതാണ്. കാരണം ഈ അബ്ദുൾ സത്താർ ഹാജി മൂസ സേട്ടുവിൻ്റെ മകളുടെ മകനാണ് മൂസ സേട്ടു. ആ മൂസ സേട്ടുവിൻ്റെ മകളാണ് ആമിന. ആമിനക്ക് 6 വയസ്സുള്ളപ്പോൾ മൂസ സേട്ടു മരിക്കുന്നു. ആ മരിക്കുന്ന സമയത്ത് മൂസ സേട്ടു ഈ ആമിനയ്ക്ക് പിന്നെ 4 ആൻറ്റിമാരാണുള്ളത്, അതായത് മൂസ സേട്ടുവിൻ്റെ പെങ്ങന്മാർ. അമ്മ നേരത്തെ മരിച്ചു, ബാപ്പ ഇപ്പോൾ മരിച്ചു. എന്നിട്ട് ഈ കുട്ടിക്ക് 8ൽ 4 ഭാഗവും കൊടുക്കുന്നു. ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ ഭാഗവും കൊടുക്കുന്നു, 8ൽ ഓരോന്ന് വീതം എന്ന് പറഞ്ഞൊരു ഭാഗാധാരം ഉണ്ടാക്കുകയാണ്. ഈ ഭാഗാധാരത്തിൽ ഒപ്പിടാനായിട്ട് ഈ 4 പെങ്ങന്മാരും ഇല്ല. അവിടെ വന്നിരിക്കുന്നത് അവർക്ക് പകരമായിട്ടുള്ള ആരൊക്കെയാണ്. ആമിനയുടെ ലീഗൽ ഗാർഡിയനാണ് താൻ എന്ന് പറഞ്ഞ് മുഹമ്മദ് സിദ്ദിഖ് സേട്ടുവും അവിടെ ഒപ്പിടുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ശരിയാവുന്നത്? ആമിനയുടെ ലീഗൽ ഗാർഡിയൻ ആയിരുന്നോ മുഹമ്മദ് സിദ്ദിഖ് സേട്ടു? മുഹമ്മദ് സിദ്ദിഖ് സേട്ടു ആയിരുന്നില്ല ആമിനയുടെ ഗാർഡിയൻ എന്ന് നിലവിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. യാക്കൂബ് സേട്ടുവും ഈസ സേട്ടുവും, അതായത് ആമിനയുടെ ഉമ്മയുടെ സഹോദരങ്ങൾ, അവരാണ്. ഒരാൾ ആദ്യമായി, അയാൾക്ക് ശേഷം മറ്റൊരാളായി. ഈ മുഹമ്മദ് സിദ്ദിഖ് സേട്ടു അവിടെ നിന്ന് കയറി വന്നു. പിന്നെ ഒരു തട്ടിപ്പ് നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്, ലീഗൽ ഗാർഡിയൻ ആണെന്ന് പറഞ്ഞുള്ളൊരു നമ്പർ. പക്ഷെ ആ നമ്പർ തേടി പോകുമ്പോൾ അങ്ങനെ ഒരു സാധനം ഇല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തട്ടിപ്പിലൂടെ തൻ്റേതാക്കി മാറ്റിയ ഒരു ഭൂമിയാണ്.
അതാണ് അതിൻ്റെ ആദ്യത്തെ കഥ. രണ്ടാമത്തത്, അദ്ദേഹം ഫാറൂഖ് കോളേജിന് ഇത് കൊടുക്കുമ്പോൾ വഖഫ് ആധാരം എന്ന് അതിൻ്റെ ഹെഡിങ്ങിൽ കാണുന്നുണ്ട്. ഇത് വഖഫായി നൽകുന്നു എന്നൊരു കുറിപ്പുമുണ്ട്. ഇത്രയും ഉണ്ടെങ്കിലും പിന്നെ അതിലെന്താ കാണുന്നത്? ഇത് ഫാറൂഖ് കോളേജിന് ക്രയവിക്രയ സർവ്വ സ്വാതന്ത്ര്യമുണ്ട് എന്നതിൽ തന്നെ കാണുന്നുണ്ട്. 2, ഇതിൽ എന്തെങ്കിലും ബാക്കി വന്നാൽ, അതായത് വിറ്റ് ഒക്കെ ബാക്കി വന്നാൽ, കോളേജിൻ്റെ ഫങ്ഷൻ നടക്കാതെ വന്നാൽ അത് തിരികെ തൻ്റെ കുടുംബത്തിലേക്ക് എത്തണമെന്നുകൂടി ഒരു ക്ലോസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതെങ്ങനെ ഈ വഖഫ് എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും അതൊരു ചോദ്യമാണ്. വഖഫ് എന്താണെന്ന് സാധാരണ ബോധമുള്ള എല്ലാവർക്കും അറിയാമല്ലോ. അള്ളാഹുവിന് കൊടുക്കുന്ന ഏർപ്പാടാണ്, അത് തിരികെ എടുക്കുന്ന പരിപാടിയും ഇല്ല. അപ്പോൾ ഈ ഡീഡ് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ പോയിന്റ്. അത് ഒരു ദാന ആധാരമാണ്, ഒരിക്കലും വഖഫ് ആധാരം അല്ല. എന്നാൽ ദാനാധാരമെന്നും വഖഫ് ആധാരമെന്നും എഴുതിയത് എന്തിനായിരിക്കാം? 1950-ലാണ്. അവിടെയും തട്ടിപ്പാണ്. 1951 കേരളം സംസ്ഥാനം പിറക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ പഴയ ഭൂമി കയ്യിലേക്ക് ആക്കി തട്ടിപ്പായി എടുത്തിട്ട് ആ ഭൂമി സൂക്ഷിക്കാൻ വേണ്ടി, അത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഒരു സൂത്രമായിട്ട് മാത്രമാണ് അദ്ദേഹം വഖഫ് എന്ന പ്രയോഗം ആ ഡോക്യുമെൻറ്റിൽ നടത്തിയിരിക്കുന്നതെന്ന് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും. ഇനി ഏറ്റെടുത്ത ഫാറൂഖ് കോളേജോ ഒരിക്കലും അത് വഖഫ് ഭൂമിയായിട്ട് കണ്ടിട്ടില്ല. അവർ അന്ന് മുതൽ ഇന്ന് വരെ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് അത് തന്നെയാണ്, ഇത് വഖഫല്ല. അപ്പോൾ പിന്നെ എങ്ങനെ വഖഫായി? അല്ലെങ്കിൽ വഖഫ് എന്നുള്ള അവകാശവാദം എപ്പോൾ തുടങ്ങി? അതെ, ഫാറൂഖ് കോളേജ് ഒരിക്കലും വഖഫ് ഭൂമി അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് മുനമ്പം വഖഫ് ഭൂമിയായി? അതെ, അതാണ് തേജസ് എന്ന ഒരു ഭീകര പ്രവർത്തകരുടെ പത്രം ആണ് ആദ്യമായിട്ട് ഈ വിഷയം കൊണ്ടുവന്നത്. വഖഫ് ഭൂമി സ്ഥലങ്ങൾ അന്യാധീനപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു സീരീസ് ഓഫ് ആർട്ടിക്കിൾസ്, അതിലെ ഒരു ആർട്ടിക്കിൾ മുനമ്പം ഭൂമി വഖഫാണ്, അത് അന്യാധീനപ്പെട്ടു പോയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഇത് വെച്ചിട്ടാണ് പിന്നീട് കേരള സർക്കാരിന് പരാതികൾ പോകുന്നത്. അങ്ങനെയാണ് ഒടുവിൽ 2007 നിസാർ കമ്മീഷനെ നിയോഗിക്കാൻ അച്യുതാനന്ദൻ സർക്കാർ നിർബന്ധിതമാവുന്നത്. അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹം, ഈ നിസാർ, അദ്ദേഹം അതിനെ കൂടി പഠിക്കാനായിട്ട് നോക്കി. അപ്പോഴാണ് ഇത് വഖഫാണോ അല്ലയോ എന്നുള്ള ചോദ്യം വരുന്നത്. അത് വഖഫ് ബോർഡ് ചെയർമാനായിരുന്നു അന്നത്തെ ജമാൽ, TM ജമാൽ എന്ന് മറ്റുമാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തോടാണ് പിന്നീട് ചോദിക്കുന്നത്. അദ്ദേഹം മറ്റൊരു അന്വേഷണവും കൂടാതെ ഈ ഒരു പത്രം, തേജസ് പത്രത്തിൻ്റെ ആർട്ടിക്കിളിൻ്റെ ബേസിസിൽ മാത്രം അദ്ദേഹം നിസാർ കമ്മീഷന് റിപ്പോർട്ട് കൊടുക്കുന്നു, ഇത് വഖഫാണ്. നിസാർ കമ്മീഷൻ കേരള സർക്കാരിന് കൊടുക്കുന്ന റിപ്പോർട്ടിൽ ഇതുകൂടി ഉൾപ്പെടുത്തുന്നു. 2010 കേരള സർക്കാർ അത് പ്രൊസീജിയർ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറയുന്നു. എന്നിട്ടും 2010 പറഞ്ഞിട്ടും പ്രൊസീജിയർ മുന്നോട്ട് പോയില്ല. കാരണം അതിനുള്ള സ്കോപ്പൊന്നും ഇല്ലയെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ഓർക്കണം, ഇടത് സർക്കാർ വന്നു, അതിനുശേഷം വലത് സർക്കാരും വന്നു. തീർച്ചയായിട്ടും. പിന്നെയാണ് 2019 റഷീദ് അലി തങ്ങൾ, അത് UDFൻ്റെ ആളാണെന്ന് ഓർക്കണം, ഈ റഷീദ് അലി തങ്ങൾ വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ ആയിരിക്കെയാണ് ഈ വസ്തു, മുനമ്പം വസ്തു, വഖഫ് ആസ്തി പട്ടികയിലേക്ക് എഴുതി ചേർക്കുന്നത്. അതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന റീസൺസ് വായിച്ചു നോക്കിയാൽ സാമാന്യ ബോധമുള്ളവർ ചിരിച്ച് മണ്ണ് കപ്പും. ഹൈക്കോടതി അല്ലെങ്കിൽ പറവൂർ സബ് കോടതി, അതുപോലെ ഹൈക്കോടതി ഇത് വഖഫായിട്ട് പ്രഖ്യാപിച്ചു എന്നൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വിവരമില്ലാത്ത ആളുകൾ ചെയ്യുന്ന ഒരാൾ പത്രത്തിൽ റിപ്പോർട്ട് നോക്കി, വേറൊരാൾ ഇതുപോലെ ഇംഗ്ലീഷ് വായിച്ചത് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം നമ്മുടെ പറവൂർ സബ് കോർട്ടിലുള്ള കാര്യങ്ങൾ വായിച്ചാൽ മനസ്സിലാവണമല്ലോ. ഇനി ഹൈക്കോടതിയിലോ സാമാന്യമായിട്ട് ആര് വായിച്ചാലും മനസ്സിലാവും. അവിടെ അങ്ങനെ ഒരു കേസ് ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇത് വഖഫാണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യം കോടതി ഫ്രെയിം ചെയ്താലല്ലേ ഇങ്ങനെ വിധിക്കാൻ പറ്റുള്ളൂ. അങ്ങനൊരു ഫ്രെയിം ചെയ്യാത്ത കേസാണ് ഈ റഷീദ് അലി തങ്ങൾ ഹൈക്കോടതി അങ്ങനെ പറഞ്ഞു, ഇതെങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എഴുതി ചേർത്തത്.
പിന്നീട് 2022 ഈ പഴയ കക്ഷി, പഴയ കഥാപാത്രം, ഇത് വഖഫാണെന്ന് പണ്ട് പറഞ്ഞ 2009 പറഞ്ഞ ജമാൽ തന്നെ വീണ്ടും റവന്യൂ ഉദ്യോഗസ്ഥർക്ക് ഒരു ഉത്തരവെഴുതി കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹമാണ് ചെയർമാൻ. ഉത്തരവെഴുതുകയാണ്, ഇത് വഖഫ് ഭൂമിയാണ്, അതുകൊണ്ടിനി റവന്യൂ അവകാശങ്ങളൊന്നും അവർക്കില്ല, അവർക്ക് കരമടക്കാൻ അനുവാദം കൊടുക്കരുത്, മറ്റ് സർട്ടിഫിക്കറ്റ്സ് കൊടുക്കരുത്, ഓർഡർ ഇടുക. ഇയാളുടെ ഓർഡർ അംഗീകരിക്കാനും സ്വീകരിക്കാനും അതനുസരിച്ച് പഞ്ചപുച്ഛമടക്കി നിൽക്കാനും റവന്യൂ വകുപ്പിന് എന്ത് ഉത്തരവാദിത്വം? തീർച്ചയായിട്ടും. അപ്പോൾ നാൾ വഴിയിൽ അടുത്ത കഥാപാത്രം പ്രതി റവന്യൂ വകുപ്പാണെന്ന് ഓർക്കണം. റവന്യൂ വകുപ്പിന് അങ്ങനെ മുനമ്പംകാരുടെ റവന്യൂ അവകാശങ്ങളെ നിഷേധിക്കണമെങ്കിൽ ഗസറ്റിൽ പബ്ലിക്കേഷൻ നടന്നതിന് ശേഷമല്ലേ സാധിക്കൂ? തീർച്ചയായിട്ടും. അപ്പോൾ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യാത്തൊരു കാര്യത്തിന് റവന്യൂ വകുപ്പ് എന്തിനാണ് ആ മുനമ്പത്തെ ആളുകളെ കഴിഞ്ഞ 5 വർഷമായിട്ട്, 2022 മുതലാണ്, 4.5 വർഷമായി, കൃത്യം പറഞ്ഞാൽ 4.5 വർഷമായി, കഴിഞ്ഞ 4.5 വർഷമായിട്ട് ആ ജനത്തെ ഇതുപോലെ നരകിപ്പിക്കാൻ കേരള സർക്കാരിൻ്റെ റവന്യൂ വകുപ്പ് കൂട്ടുനിന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം ലജ്ജാകരമായ കാര്യമാണ്. സത്യം പറഞ്ഞാൽ റവന്യൂ വകുപ്പ് അവർക്ക് കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം നൽകേണ്ട ഒരു കേസായിട്ട് ഇത് മാറും. 40 വർഷത്തോളമായി പണം കൊടുത്ത് രേഖകളോടെ, സർക്കാർ നൽകിയ രേഖകളോടെ കരമടച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്വന്തം ഭൂമി 2022 ആകുമ്പോഴേക്കും ഇത് നിങ്ങളുടെ ഭൂമിയല്ല എന്ന് ആരെങ്കിലും പറയാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും അവരെവിടെ പോകും എന്നുള്ളത് ഒരു ചോദ്യം. അല്ലല്ലേ, നമ്മുടെ സ്വന്തം സ്ഥലത്തേക്ക് ഒരുത്തം കയറി വന്നിട്ട് പറയാണ് പെട്ടെന്ന് ഒരു ദിവസം പറയാ നിങ്ങൾക്ക് കരമടക്കാൻ അനുവാദമില്ല. ഇവിടേക്കാണ് ഈ നാൾ വഴിയിൽ വഖഫ് നിയമം എന്നുള്ള ഒരു ഡ്രക്കോണിയൻ നിയമം, അന്നത്തെ 1995 വഖഫ് നിയമത്തിൻ്റെ ആ ഒരു രാക്ഷസ സ്വഭാവം മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും. അത് അനുസരിച്ച് എന്തും ക്ലെയിം ചെയ്യാവുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് മാത്രമല്ല, കോൺസ്റ്റിറ്റ്യൂഷനും മുകളിൽ ഒരു മതത്തിൻ്റെ നിയമത്തെ ഉയർത്തി നിർത്തുന്ന അങ്ങേറ്റം ദ്രോഹകരമായ ഒരു നിയമമായിരുന്നു അത്. ഭരണഘടനയ്ക്ക് അവിടെ ഒന്നും ചെയ്യാനില്ലാത്ത ഒരു സിറ്റുവേഷൻ ആവുന്നത് പോലെയാണ്. അതായത് ആർട്ടിക്കിൾ 300A അനുസരിച്ച് ഒരാളുടെ ടൈറ്റില്, ഭൂമിയുടെ ടൈറ്റില് ഒരു കോടതി നിയമത്തിൽ അല്ലെങ്കിൽ കോടതി കേസിലൂടെ, വിധിയിലൂടെ അല്ലാതെ മാറിപ്പോവില്ല. അല്ലെങ്കിൽ ഒരാൾ സ്വന്തമായിട്ട് വിൽക്കുകയോ അല്ലെങ്കിൽ കൊടുക്കുകയോ ഇഷ്ടദാനം കൊടുക്കുകയോ ഒക്കെ വേണം. ഇതിങ്ങനെയൊന്നും അല്ലാതെ കോടതി വിധിയുമില്ല, ഒന്നുമില്ലാതെ നിങ്ങളുടേതല്ല എന്ന് പറഞ്ഞ ടൈറ്റിൽ മാറിയെന്നല്ല എൻ്റെ അർത്ഥം. നിങ്ങളുടേതല്ല എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷനാണോ വലുത്, അതോ ഈ പറയുന്ന ശരീഅത്ത് മതം നിയമമാണോ വലുത്? ഇത് തന്നെയാണ് ചോദ്യം. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് മുനമ്പം വിഷയം പിന്നീട് വഖഫ് നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ വലിയ ഒരു നിർണായക ഒരു സംഭവമായിട്ട് മാറിയത്. കാരണം ആളുകൾക്ക് മനസ്സിലായി വഖഫ് നിയമത്തിൻ്റെ അതിലെ ഓരോ ക്ലോസുകളും, പ്രത്യേകിച്ച് 40 വളരെ അപകടം പിടിച്ച ക്ലോസുകളാണ് എന്ന് മാത്രമല്ല, പിന്നീട് 2013 അത് അമെൻഡ് ചെയ്ത് അതിനെ കൂടുതൽ പ്രശ്നമാക്കി മാറ്റി. അപ്പോൾ ഇതുപോലെ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അതിനുണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ വഖഫ് നിയമ ഭേദഗതി നടന്നു കഴിഞ്ഞു, 2022 നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി മനുഷ്യർക്ക്, ഭാരതത്തിലെ മനുഷ്യർക്ക് ഇതുപോലെ ആരും വന്നിട്ട് ഇത് നിൻ്റെ വീടല്ല, നിൻ്റെ സ്ഥലമല്ല എന്ന് പറയുന്നൊരവസ്ഥ ഇനി ഉണ്ടാവില്ല. അത് വളരെ വലിയൊരു കാര്യമാണ്. 2022 ഈ സംഭവം നടന്നിട്ടും 2023, 2024 ഈ പറയുന്ന വഖഫ് നിയമ ഭേദഗതിയുടെ ആ നീക്കത്തിൻ്റെ നേരത്താണ് പിന്നീട് അവിടെ വീണ്ടും ഇതിനൊരു ബലം കിട്ടുന്നത്. സത്യത്തിൽ കേന്ദ്രത്തിൽ വഖഫ് നിയമ ഭേദഗതിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ആ മൂവ് നടത്തിയില്ലായിരുന്നെങ്കിൽ മുനമ്പത്തെ ഭൂസംരക്ഷണ സമിതിക്ക് അല്പം പോലും എഴുന്നേറ്റ് നിൽക്കാൻ ശക്തി കിട്ടുമായിരുന്നില്ല. അത് അങ്ങനെ നടക്കുന്ന നേരത്താണ് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനിത് പഠിക്കുന്നത്. പഠിച്ചാദ്യമായിട്ട് ദീപിക പത്രത്തിൽ ഞാനൊരു ലേഖനം എഴുതുന്നു, വഖഫ് നിയമ ഭേദഗതിയുടെ പ്രസക്തി എന്ന പേരിൽ. അങ്ങനെ തുടങ്ങിയതാണ് ഈ പഠനവും ഈ വിഷയത്തെക്കുറിച്ച് ആളുകളെ പഠിപ്പിക്കും. ഇതാണ് മുനമ്പത്തുള്ളവർക്കും കേരളത്തിലുള്ള എല്ലാവർക്കും ഒരു കാര്യങ്ങളെക്കുറിച്ച് അറിവ് കിട്ടാനിടയാക്കിയത്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമാണുള്ളത് ഈ ഒരു വിഷയത്തിൽ പഠിക്കാനായിട്ട് സാധിച്ചു. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുവാകട്ടെ, സമരം വളരെ ശക്തമായിട്ട് നടന്നു, കേരള സമൂഹം മൊത്തം അതിൻ്റെ കൂടെ നിന്നു.
ശ്രീ വി ഡി സതീശൻ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഈ മുനമ്പം വക്കഭൂമി അല്ല എന്ന് വളരെ ധീരതയോടെ പറഞ്ഞു. വളരെ സത്യമാണ്, അദ്ദേഹം പറഞ്ഞത് വളരെ സത്യമാണ്. വക്കഭൂമി അല്ല എന്ന് പറഞ്ഞു. മുസ്ലിം നേതാക്കളെല്ലാം അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നതും തന്നോട് ധൈര്യമായിട്ട് അത് പറഞ്ഞോളാനായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും അവസാനം എത്തിയപ്പോൾ ശ്രീ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മുനമ്പം ഭൂമി വഖഫല്ല എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല എന്നാക്കി. ഇതിനിടയ്ക്ക് ഇപ്പം വി ഡി സതീശൻ ഇപ്പം മുഖ്യമന്ത്രിയായ ശേഷം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്ന് പറഞ്ഞൊരു കാര്യമാണ്. എങ്ങനെ പരിഹരിക്കും എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. 10 മിനിറ്റ് കൊണ്ട്, അപ്പം ഈ 10 മിനിറ്റ് കൊണ്ട് മുനമ്പത്തെ ജനങ്ങൾക്ക് തങ്ങളുടെ ഭൂമി പരിഹരിച്ച് തരാം എന്ന് പറഞ്ഞ ഒരു വ്യക്തി പിന്നീടുണ്ടായതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ 10 മിനിറ്റ് കൊണ്ടുള്ള പരിഹാരം, അദ്ദേഹം അന്ന് കണ്ട പരിഹാരം അദ്ദേഹത്തിന് തെറ്റായി കിട്ടിയ ഒരു ഉപദേശത്തിൻ്റെ വെളിച്ചത്തിലായിരുന്നു. അതായത് സെക്ഷൻ 97 വച്ചിട്ട് ഇത് സോൾവ് ചെയ്യാമെന്നാണ് ശ്രീ വി ഡി സതീശൻ എന്ന് പറയുന്നത്. സെക്ഷൻ 97 വച്ചിട്ട് അത് പറ്റില്ല, ഉറപ്പാണ്. കാരണം സെക്ഷൻ 96ൻ്റെ തുടർച്ചയാണ് സെക്ഷൻ 97. അതനുസരിച്ച് ചില വിഷയങ്ങളിൽ, അത് ഇതൊന്നുമല്ല, ഇത് വഖഫല്ലെന്ന് പറയാനല്ല, വഖഫായി പ്രഖ്യാപിച്ച ഒരു സ്ഥാനത്ത് വഖഫല്ലെന്ന് പറയാനല്ല, ചില വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന നിർദ്ദേശമനുസരിച്ച് സംസ്ഥാന സർക്കാർ വഖഫ് ബോർഡിന് നിർദ്ദേശം കൊടുത്താൽ അത് അവർ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇതാണ് 97. അപ്പം അത് വെച്ച് ഇത് നടക്കില്ലായിരുന്നു. പക്ഷേ 10 മിനിറ്റ് പരിഹാരം ഉണ്ട് ഡയന, 10 മിനിറ്റ് പരിഹാരം ഉണ്ട്. അത് റവന്യൂ ബോർഡ് തെറ്റ് തിരുത്തുക, അതിന് തന്നെ സന്നദ്ധമായാൽ 10 മിനിറ്റ് കൊണ്ട് പരിഹാരമുണ്ട്. റവന്യൂവിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടതാണ്. ഇപ്പം സ്റ്റേ, അത് കരമടയ്ക്കാനുള്ള സ്റ്റേ, അത് സ്റ്റേ ചെയ്യുകയും കരമടയ്ക്കാമെന്നൊരു നിയമം കോടതി വിധിക്കുകയും ചെയ്തിരുന്നു. അപ്പം മുനമ്പംകാർ കുറച്ചെങ്കിലും ഒരു പ്രതീക്ഷ മുന്നോട്ട് വെച്ച് പോയിക്കൊണ്ടിരുന്ന സമയമാണ്. എന്നിട്ടും അവരുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല. ജസ്റ്റ് ഒരു കരമടയ്ക്കാം എന്നുള്ള ഒരിത് വന്നുകൊണ്ട് മാത്രം അവരുടെ പ്രശ്നങ്ങൾ തീരുന്നില്ലല്ലോ. ഒട്ടുമില്ല. കരമടക്കുക എന്നൊക്കെ പറയുന്നത് അത് വെറുതെ കണ്ണിൽ പൊടിയിടുന്ന ഏർപ്പാടായിരുന്നു. സത്യത്തിൽ പ്രശ്നപരിഹാരമായിരുന്നില്ല. അപ്പോൾ ആദ്യം അത് കരമടക്കാൻ അവർക്ക് കഴിഞ്ഞു. അവർ വെള്ളമുണ്ടാക്കിയ അവസാനം ഇടതു സർക്കാർ കരമടക്കാൻ അനുവദിച്ചതാണ്. അപ്പോൾ നിയമസഭയിൽ ചോദ്യം ഉയർന്നു, കയ്യേറ്റക്കാർക്ക്, അതാണ് ശ്രദ്ധിക്കണം, ആ പ്രയോഗം ശ്രദ്ധിക്കുക. അന്ന് മുസ്ലിം ലീഗിൻ്റെ MLA ആയ KPA മജീദാണ് നിയമസഭയിൽ ആ ചോദ്യം ചോദിച്ചത്. 2022 ആ ചോദ്യം വന്നത്. കയ്യേറ്റക്കാർക്ക് കരമടക്കാൻ അനുവാദം കൊടുത്തിരിക്കുന്നു, അങ്ങനെ വഖഫ് ഭൂമി അന്യാധീനപ്പെട്ടു. പക്ഷേ അങ്ങനെ പ്രഖ്യാപിച്ചു. കാരണം എന്താ, മതനിയമമാണ് ഏറ്റവും പ്രധാനം. ഈ മതമാണ് പ്രശ്നം, ഇതാണ് വിഷയം. അടിസ്ഥാനപരമായി ഈ ചോദ്യം വിരൽ ചൂണ്ടുന്നത് മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണോ എന്ന ചോദ്യത്തിലേക്കാണ്. ഈ പ്രശ്നം സോൾവ് ചെയ്യുക എന്നുള്ളത്, ഇത് വഖഫല്ല എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കാൻ മുസ്ലിം ലീഗും മുസ്ലിം പ്രസ്ഥാനങ്ങളും തയ്യാറാവുക എന്നത് മാത്രമാണ് ഇതിൻ്റെ ശാശ്വത പരിഹാരം. മതേതര പാർട്ടിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവർ മുന്നോട്ട് വെക്കുന്നത് മതേതരത്വമല്ല. മുനമ്പത്തെ സംബന്ധിച്ച് അവർ മുന്നോട്ട് വെക്കുന്ന ഒരിക്കലും മതേതരത്വമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മുഴുവൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എത്ര പ്രാവശ്യം പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞു, മുനമ്പം വഖഫാണ് എന്ന് 100% ഉറപ്പുള്ളവർ ഒരു പബ്ലിക് സംവാദത്തിന് ഏതായാലും കോടതി തീരുമാനിക്കട്ടെ വഖഫാണോ അല്ലയോ എന്നുള്ളത്, അത് അങ്ങനെ വരുള്ളൂ. തീർച്ചയായും. പക്ഷേ നിലപാടുകൾ ഓരോരുത്തരും എടുക്കുന്നത് ഒരു യുക്തിസഹമായിട്ട് വേണ്ടേ. അപ്പോൾ മുനമ്പം വഖഫല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് എത്ര കാര്യങ്ങൾ പരിശോധിച്ചാലും അതിലേക്ക് തന്നെ എത്തി നിൽക്കുള്ളൂ. ഇനി മുനമ്പം വഖഫാണ് എന്ന് അത്രക്ക് ഉറപ്പുള്ളവരാണെങ്കിൽ ഒരു പരസ്യ സംവാദത്തിന് വരിക. മുസ്ലിം ലീഗിനുള്ള ആരും ഒരു പരസ്യ സംവാദത്തിന് വരിക. ഇനി അല്ല വേറെ ഒഫീഷ്യലായിട്ടുള്ള ഈ അവിടെ നിന്നൊക്കെ ഉള്ള കൂട്ടുകാർ വന്നിട്ട് കാര്യമില്ല. ഞാൻ മുനമ്പത്തെ ഭൂമിക്ക് വേണ്ടി ആ 2022 പോലെ നിൽക്കാം. ഇത് മുനമ്പ് എൻ്റെ നാടൊന്നുമല്ല. തീർച്ചയായിട്ടും അതെ. ഞാൻ നമ്മുടെ മതേതരത്വവും നമ്മുടെ ജനാധിപത്യവും ആ ഒറ്റ ബോധത്തോടെയാണ് ഞാൻ ഇതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതൊരു മതവിഷയമാണെന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും അല്ല. ഒരു മതവിഷയമല്ല, കുറച്ച് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ചിലർ വിചാരിക്കുന്നത് ക്രിസ്ത്യൻ മുസ്ലിം വിഷയം എന്നാണ്. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്.
മുസ്ലിം ക്രിസ്ത്യൻ വിഷയമേ അല്ല. 610 കുടുംബങ്ങളിൽ ഏതാണ്ട് 400 കുടുംബങ്ങളെ ക്രിസ്ത്യനായിട്ടുള്ളൂ. ബാക്കി 200-ലേറെ കുടുംബങ്ങൾ അവിടെ ധീവര സഭാംഗങ്ങളുണ്ട്, പിന്നെ ഈഴവരുണ്ട്, കുടുംബി സഭാംഗങ്ങൾ. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു ക്രിസ്ത്യൻ മുസ്ലിം വിഷയമാകുന്നത്? ചിലർ പക്ഷെ പറഞ്ഞ് അങ്ങനെ ആക്കിയെടുത്തു, അങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട്. അത് ഒരു രീതിയിൽ നമ്മൾ അങ്ങനെ അതിൽ പെട്ടുപോകരുത്. അതൊരു സൂത്രമാണ്. വർഗീയവാദം പറഞ്ഞ് ഉണ്ടാക്കുക എന്നുള്ളൊരു, അതുവഴി നേടിയെടുക്കാം എന്നുള്ളൊരു. അതെ. ഇനി മറ്റൊരു, ഇപ്പോൾ നമ്മൾ അതിനുശേഷം കരം അടക്കുന്ന കാര്യത്തെക്കുറിച്ച് പിന്നീട് ഇപ്പോൾ LDF സർക്കാർ ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് ഓർക്കുന്നുണ്ടല്ലോ, മറ്റേ തദ്ദേശ സ്വയംഭരണ ഇലക്ഷന് തൊട്ട് മുമ്പ് വന്നിട്ട് അവിടെ വന്നിട്ട് വെള്ളമൊക്കെ കുടിപ്പിച്ച്, മൊത്തം വെള്ളം കുടിപ്പിക്കലായിരുന്നു. അവരതോടി സമരവും നിർത്തി. അത് വലിയ തമാശയായിപ്പോയി. കാരണം എന്ത് നേടി, എന്നിട്ട് എന്താണ് ഉണ്ടായതെന്നുള്ളതും അതൊരു ചോദ്യമാണ്. സമരം, ഒരു വിഭാഗം സമരം നിർത്തിയെങ്കിലും മറ്റൊരു വിഭാഗം വീണ്ടും അവിടെ സമരം നടത്തുന്നുണ്ട്. പള്ളിമുറ്റത്ത് നിന്ന് പുറത്തേക്ക് പോയി. അത് നന്നായി. കാരണം പള്ളിമുറ്റത്തിരിക്കുമ്പോൾ എപ്പോഴും ഒരു ക്രിസ്ത്യൻ പേര് മുദ്ര അതിന് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് നന്നായി, പുറത്തേക്ക് സമരം നടത്തുന്ന നല്ല കാര്യം. എന്തും ആവട്ടെ. ഇനി ഇപ്പോൾ കരമടക്കുന്നവർ എന്താ ചെയ്യുന്നത്? ആദ്യം അന്ന് കരമടച്ചപ്പോൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, അവർ കരമടച്ചു. എന്തിനാണെന്നറിയാവോ? വഖഫ് ഭൂമിയിൽ കരമടച്ചു എന്നാണ്. അപ്പോൾ വഖഫ് ഭൂമിയിൽ കരമടക്കുക, അതെന്താ അങ്ങനെ ഒരു പരിപാടിയുണ്ടോ? ഇല്ല, അതില്ല. അപ്പോൾ ഇപ്പം അതേസമയം ഓൺ കണ്ടീഷൻ. എന്താ ഓൺ കണ്ടീഷൻ? സർക്കാരിൽ നിന്ന് കോടതിയിൽ നിന്നൊരു വിപരീത വിധി വന്നാൽ ഈ കരം നള്ളാൻ വോയിഡാണെന്ന് അങ്ങനെ പറഞ്ഞിട്ട് കരമടക്കുക. അങ്ങനെ അത് ആർക്കാ ഗുണം? അങ്ങനെ ഒരു സാധനം കൊണ്ട് എന്തെങ്കിലും വാലിഡിറ്റി ഉള്ളൊരു സാധനമാണ്. ഇനി ഒരു ഡോക്യുമെൻ്റ് വേണം, കുടിയുറപ്പ് സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ വീടൊന്ന് വലുതാക്കണം, ചെറുതാക്കണം, അല്ലെങ്കിൽ ഇതൊന്ന് പണയം വെക്കണം, പറ്റുമോ? ഇല്ല. മുൻപത്തെ ജനങ്ങൾ എവിടെ പോകും എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. അപ്പം ഇതെല്ലാം കണ്ണി പൊടിയിടുന്ന ഏർപ്പാടുകളാണ് ഈ കരമടക്കാൻ അത് ഇതെന്നൊക്കെ പറഞ്ഞ് സൂത്രമാണ്. അത് പറ്റിച്ചതാണ്, അവർ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുക. അത്ര തന്നെയാണ്. വഖഫ് ഭൂമിയിൽ അല്ലെങ്കിൽ മുനമ്പം ഇത് ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് റദ്ദാക്കുകയും ചെയ്ത് കേന്ദ്ര സർക്കാർ അതിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയിക്കാൻ അന്വേഷണം അയച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഉമ്മീദ് പോർട്ടലിൽ ഒരു വഖഫ് ഭൂമിയായിട്ട് ചേർത്തു എന്ന് പറയുന്നത് തന്നെ മുനമ്പത്തുകാരോട് ചെയ്യുന്ന വലിയൊരു ചതിയാണ്. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പലരും ഉപയോഗിക്കുന്ന വാക്ക് രജിസ്റ്റർ ചെയ്തു എന്നാണ്, രജിസ്ട്രേഷൻ എന്നാണ്. സത്യത്തിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വഖഫ് നിയമത്തിലാണല്ലോ ഇതിനെല്ലാം നമ്മൾ നോക്കേണ്ടത്, റെഫർ ചെയ്യേണ്ടത് അതിലാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഫയലിംഗ് ദ ഡീറ്റെയിൽസ് എന്നാണ്. അപ്പോൾ ഫയലിംഗ് ദ ഡീറ്റെയിൽസ്, ഇപ്പോൾ വഖഫ് ബോർഡ് കരുതുന്നു ഇത് മുനമ്പം വഖഫാണെന്ന്. അതുകൊണ്ട് അവർ കൊണ്ടുപോയി എന്ത് ഡീറ്റെയിൽസ് അവിടെ ഫയൽ ചെയ്തു എന്നൊരു ചോദ്യമുണ്ട്. മുനമ്പത്തെക്കുറിച്ച് വഖഫ് ബോർഡിന് എന്ത് ഡീറ്റെയിലാണ് പറയാനുള്ളത്? മുനമ്പം അവർ സർവേ നടത്തിയോ? അതിൻ്റെ ഡീറ്റെയിൽസ് ഉമീദ് പോർട്ടലിൽ ഇടാനുണ്ടോ? മുനമ്പത്ത് കരമടച്ചതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉമീദ് പോർട്ടലിൽ ഇടാനുണ്ടോ? ഇനി മുനമ്പം അത് അവിടുത്തെ നാട്ടുകാരുമായിട്ട് ചർച്ച ചെയ്തു, അല്ലെങ്കിൽ അത് ഒരു ക്വാസി ജുഡീഷ്യൽ എൻക്വയറി നടത്തി, ഇതിൻ്റെ എന്തെങ്കിലും അവർക്ക് ഇടാനുണ്ടോ? ഒന്നുമില്ലല്ലോ. പിന്നെ ഇവർ എന്തിട്ടെന്നാ പറയുന്നേ? ഉമീദ് പോർട്ടലിൽ എന്തിട്ടു? ഇവർ ഉമീദ് പോർട്ടലിൽ ഡീറ്റെയിൽസ് ഫയൽ ചെയ്തു എന്ന് വഖഫ് ബോർഡ് അവകാശപ്പെടുന്നു. ആർക്കും കയറി എന്തും ഇടാവുന്ന ഒന്നാണോ ഉമീദ് പോർട്ടൽ? ഒരു കഥയുമില്ലാത്ത കാര്യങ്ങൾ കൊടുത്താൽ സ്വീകരിക്കുന്ന ഒന്നാണോ ഉമീദ് പോർട്ടൽ? ഈ ചോദ്യമാണ് മുഖ്യമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്ന് ഉമീദ് പോർട്ടലിൽ ഇതെല്ലാം രജിസ്റ്റർ ചെയ്തു എന്നൊക്കെ ന്യൂസ് വരുന്നപ്പോൾ ഞാനന്ന് ചോദിച്ച ചോദ്യം, അന്ന് സോഷ്യൽ മീഡിയയിൽ എഴുതിയതും കേരളത്തിലെ BJP നേതാക്കളോട് ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: കേന്ദ്ര സർക്കാർ മറുപടി പറയണം എന്നായിരുന്നു. കേന്ദ്ര സർക്കാർ മറുപടി പറയണം. എന്തിട്ടാലും സ്വീകരിക്കുന്ന ഒരു പോർട്ടലാണോ നിങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്? ഏതായാലും കേരളത്തിലെ BJP നേതാക്കൾ അത് സീരിയസ് ആയിട്ട് തന്നെ എടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് അവർ കേന്ദ്രത്തിലേക്ക് പരാതി കൊടുക്കുകയും കേന്ദ്രം ഉമീദ് പോർട്ടലിൻ്റെ കാര്യത്തെക്കുറിച്ച് വഖഫ് ബോർഡിനോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഏതായാലും ഉമീദ് പോർട്ടലിൽ ഡീറ്റെയിൽസ് ഫയൽ ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ ആണ് UDF സർക്കാരിന് 10 മിനിറ്റ് സൊല്യൂഷൻ
നടക്കാതെ പോയത് എന്ന ആ മുഖ്യമന്ത്രിയുടെ ആ വാദത്തിൽ അല്പം പോലും കഴമ്പില്ല. മുഖ്യമന്ത്രിക്ക് 10 മിനിറ്റ് കൊണ്ട് സൊല്യൂഷനുണ്ട്, 97 കൊണ്ട് എന്നല്ല, മറിച്ച് റവന്യൂ വകുപ്പിൻ്റെ തെറ്റ് തിരുത്താൻ തയ്യാറായിക്കൊണ്ട് എന്നുള്ളതാണ് ആ സൊല്യൂഷൻ. റവന്യൂ വകുപ്പിന് മുനമ്പം ഭൂമിയുടെ മേൽ, അതായത് ഇത് വഖഫാണോ അല്ലയോ എന്നുള്ള ചോദ്യം അവിടെ നിന്നോട്ടെ, ഒരു ബുദ്ധിമുട്ടുമില്ല, അത് കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ റവന്യൂ അവകാശങ്ങൾ റവന്യൂ ബോർഡ് തടഞ്ഞു വെച്ചത് എന്തിന്? ഈ ചോദ്യമാണ് ഉയരുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു കഥയുമില്ലാത്ത 2019 ആ ഒരു എഴുതിയെടുക്കലിൻ്റെ പേരിലും, ഒരു കഥയുമില്ലാത്ത 2022 ആ ചെയർമാൻ്റെ ഉത്തരവിൻ്റെ പേരിലും റവന്യൂ വകുപ്പ് എന്തിന് ഇവരുടെ അവകാശങ്ങൾ തടഞ്ഞു വെച്ചു? ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടില്ലാത്തൊരു കാര്യത്തിൽ എന്തുത്തരവാദിത്വമാണ് റവന്യൂ ബോർഡിനുണ്ടായിരുന്നത്? അതുകൊണ്ട് 10 മിനിറ്റ് സൊല്യൂഷൻ ഇതാണ്. റവന്യൂ ബോർഡ് പറയുന്നു, ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു, അതുകൊണ്ട് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പിൻവലിക്കുകയാണ്. ഇതാണ് 10 മിനിറ്റ് സൊല്യൂഷൻ. അതേ ഉള്ളൂ അതിനൊരു സൊല്യൂഷൻ. അതോടുകൂടി മുനമ്പത്തെ ജനം ഇപ്പോൾ ഉള്ളവരുടെ ആ പ്രശ്നങ്ങളുണ്ടല്ലോ, കെട്ടപ്പെട്ട നിലയിലല്ലേ, റവന്യൂ തടങ്കലിലാണ് അവർ, അതിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ പറ്റും. അവർക്ക് നോർമലായിട്ടും നമ്മളെപ്പോലെ എല്ലാ ഇന്ത്യക്കും പൗരന്മാരെ പോലെയും സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കാൻ കഴിയും. അതാണ് സത്യം പറഞ്ഞാൽ 10 മിനിറ്റ് സൊല്യൂഷൻ. അത് ഉണ്ട്. പക്ഷേ ചോദ്യം UDFലെ ഘടക കക്ഷികൾ ഇതിന് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ അനുവദിക്കുമോ ഇല്ലയോ എന്നാണ്. 10 മിനിറ്റ് പരിഹാരം ഉണ്ടെന്ന് ഇപ്പോൾ അച്ഛൻ തന്നെ പറഞ്ഞല്ലോ. അപ്പം പക്ഷേ അത് ചെയ്യാൻ UDFലെ ഘടക കക്ഷികളായിട്ടുള്ളവർ, മന്ത്രിമാർ സമ്മതിക്കുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. അത് എന്തുമാത്രം മതേതര ബോധം പാർട്ടികൾക്കുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. മതബോധമാണോ അതോ മതേതര ബോധമാണോ UDFലെ ഘടകകക്ഷികളെ നയിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ ഒരു സൊല്യൂഷൻ. അത്ര എനിക്ക് അതിൽ പറയാനുള്ളൂ. ഇപ്പോൾ ഘടകകക്ഷികൾ എന്ന് പറയണമെന്നില്ല, മുസ്ലിം ലീഗ്, ശ്രീ VD സതീശൻ ഇത് വഖഫല്ല, മുനമ്പം വഖഫല്ല എന്ന് പറഞ്ഞത് മുസ്ലിം ലീഗ് നേതാക്കളുടെ തന്നെ നിർബന്ധത്താലും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒത്താശയാലും ചർച്ചയിലും ഒക്കെയാണ്. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ മുഹമ്മദ് ഷാ, പിന്നെ ശ്രീ കുഞ്ഞാലിക്കുട്ടി. ഇനി അദ്ദേഹം തന്നെ പ്രസംഗത്തിൽ പറഞ്ഞു, ശ്രീ VD സതീശൻ പറഞ്ഞു, തങ്ങൾമാരൊക്കെ പറയുന്നത് ഇത് അനിസ്ലാമികമാണ്, ഇതിന് എങ്ങനെ വഖഫായിട്ട് പ്രഖ്യാപിച്ചതും പിടിച്ചു വച്ചിരിക്കും, അനിസ്ലാമികമാണെന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ പിന്നീട് എന്താണ്, മുനമ്പം വഖഫ് അല്ല വഖഫ് അല്ല എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല എന്ന് പറയാനിടയായത്. കാരണം KM ഷാജി ശക്തമായിട്ട് പറഞ്ഞു മുനമ്പം വഖഫ് തന്നെ. അതുപോലെ തന്നെ കേന്ദ്രത്തിലെ MP ആയിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രായമുള്ള MP, അദ്ദേഹത്തിൻ്റെ പേര് വിട്ടുപോയി, അദ്ദേഹം അതുപോലെ തന്നെ തീവ്ര നിലപാടുകളെടുത്തു. അപ്പോൾ മുസ്ലിം ലീഗിനകത്ത് തീവ്ര നിലപാടുകൾ ഉള്ളവരുണ്ട്, മതേതര ബോധം തീരെ ഇല്ലാത്തവരുണ്ട്. അതിന് മുസ്ലിം ലീഗ് പെട്ടുപോകുന്നു. മതേതരത്വം പറയുമ്പോഴും മതത്തെ പരിപോഷിപ്പിക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മിതവാദികളെന്ന് പൊതുവെ കരുതുന്നവർ പോലും തീവ്രവാദികൾക്ക് വഴങ്ങിപ്പോകും. ഇതാണ് അതിൻ്റെ വിഷയം. ഇനി അബ്ദുറഹ്മാൻ പണ്ട്, അതായത് LDFൻ്റെ കാലത്ത് ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം. അപ്പോൾ വഖഫ് വകുപ്പും കൂടി കൈകാര്യം ചെയ്തിരുന്നു. അബ്ദുറഹ്മാൻ അന്ന് പറഞ്ഞിരുന്നൊരു സൊല്യൂഷനുണ്ട്, അതായത് 404 ഏക്കർ മുനമ്പം, അതിന് പകരമായിട്ട് കാസർഗോഡ് സർക്കാരിൻ്റെ ഭൂമി വഖഫ് ബോർഡിന് വിട്ടുകൊടുക്കുക. അന്ന് അത് പറഞ്ഞപ്പോൾ ഈ ഭൂസംരക്ഷണ സമിതി അതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു, എതിർത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ശാശ്വത പരിഹാരം ആവില്ല. കാരണം വൺസ് വഖഫ് ഓൾവേസ് വഖഫ്. അപ്പോൾ വൺസ് വഖഫ് ഓൾവേസ് വഖഫ്. ഇപ്പോൾ തൽക്കാലത്തൊക്കെ ഒരു പരിഹാരം ആയിട്ട് ഇങ്ങനെ ആ ഭൂമി അവർക്ക് കൊടുക്കുകയും മുനമ്പംകാർ അവിടെ തന്നെ താമസിക്കുകയും ചെയ്യുന്നു. പക്ഷേ അങ്ങനെ പോകുമ്പോൾ എന്താ, ഇത് വഖഫാണെന്ന് അംഗീകരിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇത് വഖഫല്ലാത്തൊരു ഭൂമിയെ
വഖഫായി പ്രഖ്യാപിച്ചുകൊണ്ട് താൽക്കാലികമായൊരു പരിഹാരത്തിലേക്ക് പോയാൽ ഒരു 50-60 വർഷം കഴിയുമ്പോൾ മുനമ്പത്തെ ആ തലമുറ വീണ്ടും പ്രശ്നത്തിലാവും. 2, ഈ 404 ഏക്കർ എവിടെയാണാവോ ഉള്ളത്? പോയിട്ടുണ്ടോ? ആ പരിസരത്ത് പോയിട്ടുണ്ടോ? കടലെടുത്തു എന്ന് പറയുന്നുണ്ട് വഖഫ് ഭൂമി. 404 ഏക്കറിൽ 137 ഏക്കർ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് 1967 പറവൂർ സബ് കോടതിയിൽ കൊടുത്ത കേസിൽ ഈ ഭൂമിയെക്കുറിച്ച് കൃത്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ബാക്കി കടലെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെന്തുകൊണ്ടാണ് ഈ 404 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണ് അവർ കടലൂടെ ചേർത്ത് വഖഫായിട്ട് എടുക്കേണ്ടി വരും. ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ഹൈക്കോടതി അതേക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു. ലാൻഡ് ഗ്രാബിംഗ് ടാക്ടിക്സ്. കഴിഞ്ഞ വർഷം ഹൈക്കോടതിയിൽ ഡിവിഷൻ പറഞ്ഞ പ്രയോഗമാണ്. അത് എഴുതി വെച്ചിട്ടുണ്ട്, വിധിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ലാൻഡ് ഗ്രാബിംഗ് ടാക്ടിക്സ്. ചുരുക്കി പറഞ്ഞാൽ വഖഫ് ബോർഡ് ഒരു ഭൂമി കൊള്ള മാഫിയയായി പ്രവർത്തിക്കുന്നു എന്നാണ് മുനമ്പം വിഷയത്തിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ തങ്ങൾക്ക് അർഹതയില്ലാത്ത ഭൂമി സർക്കാരിൻ്റെ കയ്യിൽ നിന്ന്, സർക്കാർ ഭൂമി പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ അവർ ആ രീതിയിൽ നടത്തുന്നത്. ഇനിയും മുന്നോട്ട് പോകുമ്പോഴും വഖഫ് ബോർഡിനായാലും ഈ രമ്യമായി പരിഹരിക്കണമെന്ന് പറയുന്ന സൂത്രക്കാർക്കായാലും അവരുടെ മനസ്സിലുള്ള സൊല്യൂഷൻ അത് മാത്രമാണെന്ന് ഓർക്കണം. എങ്ങനെയെങ്കിലും സർക്കാരിൻ്റെ ഭൂമി അടിച്ചു മാറ്റാനുള്ള ഒരു ശ്രമമാണ് മുനമ്പം വഖഫ് അല്ല എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല എന്ന് പറയുന്നവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ അച്ഛനിപ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇപ്പോൾ കേരള വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ, കിളിപോയ KS ഹംസ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇട്ടിരുന്നത്. എന്തുകൊണ്ടാണ്? അദ്ദേഹം പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ച് നാളായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന് ചില ചാനലുകൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അപ്പോൾ ആ പിച്ചും പേയും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം 5 രോഗങ്ങൾ ബാധിച്ചിട്ടാണ്, 5 പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിന്. 1, അദ്ദേഹത്തെ നിയമിച്ചത് LDF സർക്കാരാണ്. അദ്ദേഹം ഒരു LDF അനുഭാവിയാണ്. പക്ഷേ LDF സർക്കാർ പോയപ്പോൾ വലിയൊരു ചെയ്തിട്ടാണ് പോയത്. അതായത് 2025 ഡിവിഷൻ ബെഞ്ചിൽ അറിയാമല്ലോ, രാമേന്ദ്രൻ നായർ കമ്മീഷൻ അത് സാധുവാണോ അസാധുവാണോ എന്നുള്ളൊരു ചോദ്യം ഉയർന്നു. ആ ചോദ്യം ഉയർന്നപ്പോൾ സിംഗിൾ ബെഞ്ച് പറഞ്ഞു ഇത് അസാധുവാണ് എന്ന് പറഞ്ഞു. അതിനെതിരെ കേരള സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ പോയി. ഡിവിഷൻ ബെഞ്ചിൽ കേരള സർക്കാർ, LDF സർക്കാർ അന്ന് കൊടുത്ത സത്യവാങ്മൂലം എന്താ? വഖഫ് ബോർഡ് നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെയാണ് ഉത്തരവിറക്കിയിട്ടുള്ളത് എന്ന് കേരള സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിരിക്കുക. വഖഫ് ബോർഡ് ചെയർമാൻ പനി പിടിക്കാതിരിക്കുമോ? പിച്ചും പേയും പറയാതിരിക്കുമോ? അപ്പോൾ 1 LDF സർക്കാരിൻ്റെ. 2, ഈ നമ്മുടെ ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡിവിഷൻ ബെഞ്ച് അതിശക്തമായ വിമർശനമാണ് നടത്തിയത്. ലാൻഡ് ഗ്രാബിംഗ് ടാക്ടിക്സ്. അപ്പോൾ വഖഫ് ട്രൈബ്യൂണലിന് കേരള വഖഫ് ബോർഡിന് ഇവിടുത്തെ കോടതി വരെ ശാസിച്ചിരിക്കുന്നു. നിങ്ങൾ ഭൂമി കൊള്ള മാഫിയെ പോലെ പെരുമാറുന്നു. അതിൻ്റെ ചെയർമാന് പിന്നെ പനി പിടിക്കാതിരിക്കുമോ? പിച്ചുമയും പറയാതിരിക്കുമോ? 3, ഉമീദ് പോർട്ടലിൽ ഇവരെന്തൊക്കെ ചേർത്തു എന്താണെന്നുള്ള ഇപ്പോഴും നമുക്ക് അറിഞ്ഞൂടാ. ചേർക്കാൻ ഇവരുടെ കയ്യിൽ ഒരു സാധനവും ഇല്ലതാനും. വഖഫ് നിയമത്തിൻ്റെ സെക്ഷൻ 4 or 5 ഇവർ അബൈഡ് ചെയ്തിട്ടില്ല, അത് പാലിച്ചിട്ടില്ല. അവർ നോട്ടീസ് കൊടുത്തിട്ടില്ല, അവർ ഇത് ചെയ്തിട്ടില്ല, സർവേ നടത്തിയിട്ടില്ല, ക്വാസി ജുഡീഷ്യൽ എൻക്വയറി നടത്തിയിട്ടില്ല, ഡീറ്റെയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല, ഗസറ്റ് പബ്ലിക്കേഷൻ നടന്നിട്ടില്ല. അപ്പോൾ ഇതൊന്നുമില്ലാതെ ഉമീദ് പോർട്ടലിൽ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്നിപ്പോൾ ചോദ്യം വന്നിരിക്കുകയാണ്, നിങ്ങൾ എന്ത് പരിപാടിയാണ് ചെയ്തത്, ഉമീദ് പോർട്ടലിൽ നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. വഖഫ് ബോർഡിൻ്റെ ചെയർമാന് പിച്ചുമ്പയും പറയേണ്ട ഒരു അവസ്ഥ, അത് മറ്റൊരു സാധ്യതയാണ്. നമ്മൾ കാണുന്നതെല്ലാം കാരണങ്ങളാണ്. അതൊരു
ഇനി 4, UDF സർക്കാർ ഇപ്പോൾ CEO-യെ 2 ദിവസം മുമ്പ് പുതിയൊരു CEO-യെ വെച്ചു. CEO ഞാൻ കേട്ടതനുസരിച്ച് UDF-ൻ്റെ ഒരു വനിതാ തീപ്പന്തമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെയർമാന് തനിക്ക് വലിയൊരു പാര വന്നിരിക്കുന്നു എന്നോ മറ്റോ ഭയം ഉണ്ടാകും. തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ പിച്ചും പേയും പറയുക സ്വാഭാവികമാണ്. ഇനി 5, കഴിഞ്ഞ 4-5 മാസമായിട്ട് കേരള വഖഫ് ബോർഡ് ഓട്ടമാണ്. എന്തുകൊണ്ടാണെന്നറിയാവോ? വഖഫ് ട്രൈബ്യൂണലിൽ കേസിൽ ജഡ്ജ് ഇവരോട് ഉത്തരവിട്ടിരിക്കുകയാണ്, കൽപ്പന കൊടുത്തിരിക്കുകയാണ്, നിങ്ങൾ നോട്ടീസ് കൊടുത്തതിൻ്റെ തെളിവ് കൊണ്ടുവരിക, നിങ്ങൾ അവിടെ ക്വാസി ജുഡീഷ്യൽ എൻക്വയറി നടത്തിയതിൻ്റെ കൊണ്ടുവരിക, നിങ്ങൾ സർവേ നടത്തിയതിൻ്റെ കൊണ്ടുവരിക, നിങ്ങൾ ഡീറ്റെയിൽ റിപ്പോർട്ട് ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി തരിക, ഇനി ഗവൺമെൻറ് ഇത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി കൊണ്ടുവരിക. എന്തുകൊണ്ടാണ് ഇവർ അങ്ങോട്ട് പോകാത്തിപ്പോൾ? തീർച്ചയായിട്ടും. അപ്പോൾ ഇത് പനി പിടിക്കാതിരിക്കുമോ? പിച്ചുമ്പയും പറയാതിരിക്കുമോ? അതുകൊണ്ട് ഹംസ ഇപ്പോൾ കിളിപോയ ഹംസയാണ്. അദ്ദേഹം പിച്ചുമ്പയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള രോഗകാരണങ്ങൾ വളരെ വ്യക്തമാണ്. നമ്മുടെ ജനത്തിന് ഇതൊക്കെ അറിയാം. പക്ഷേ ഇതറിയാത്ത, ഒന്നും അറിഞ്ഞുകൂടാ എന്ന് ഭാവിക്കുന്ന ഏതാനും ചിലർ ഇപ്പോഴും ഉണ്ട്. മതേതരവാദികളുണ്ട്. അത് തന്നെ, മതേതരവാദികൾ എന്ന് ഇൻവേർട്ടഡ് കോമാസിൽ കൊടുക്കേണ്ട കൂട്ടർ. അപ്പോൾ ഇതൊക്കെയാണ് അതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഹംസയുടെ ഇടക്കിടക്കുള്ള ഈ വഖഫ് ബോർഡിൽ ഇപ്പം മറ്റ് മതത്തിലുള്ളവരെ ചേർക്കാൻ സാധിക്കില്ല, അങ്ങനെ ഒരു ഇതുണ്ടോ? വഖഫ് അമെൻമെൻറ്റ് ആക്ട് ഉണ്ടല്ലോ, ഇപ്പോൾ കഴിഞ്ഞ വർഷം പാസ്സായ ആ ആക്ട് അനുസരിച്ച് വഖഫ് ബോർഡ് മെമ്പേഴ്സായിട്ട് അതിൽ മുസ്ലിങ്ങളല്ലാത്ത ഏതാനും പേർക്ക് സാധ്യതയുണ്ട്. കാരണം എന്താ? ഉദാഹരണം, മുനമ്പം വഖഫ് എന്നും പറഞ്ഞ് അങ്ങോട്ട് പിടിച്ചെടുത്തു. ബാധിച്ചിരിക്കുന്ന ആരെയാ? ഒരു മുസ്ലിം കുടുംബം പോലും അവിടെ ഇല്ല. തീർച്ചയായിട്ടും ഇല്ല. അപ്പോൾ ബാധിച്ചിരിക്കുന്നത് മറ്റു മതങ്ങളിലുള്ളവരെയുമാണ്. അത് ഒരു കാരണം. അതുകൊണ്ട് മറ്റു മതസ്ഥരായിട്ടുള്ള എല്ലാവരും അല്ല, വളരെ കുറച്ച് പേരോ 1-2 പേരോ ഒക്കെ സാധ്യതയുണ്ട്. 2, ജനപ്രതിനിധികൾക്ക് സാധ്യത വേണ്ടേ? തീർച്ചയായിട്ടും. ഇനി ജനപ്രതിനിധി മുസ്ലിം ആകണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതെങ്ങനെ സാധിക്കും? ഇക്വാലിറ്റിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എല്ലാ സ്ഥലത്തും വേണമല്ലോ. അപ്പം അതുകൊണ്ടാണ് ആ നിയമത്തിൽ അങ്ങനെയുള്ളത്. ഇതിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് പോയല്ലോ. പോയപ്പോൾ അവിടെ വാദം കേട്ടപ്പോൾ പറഞ്ഞു ഇതങ്ങനെ പറ്റില്ല, ഇത് വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ആ വാദം അവിടെ പൊളിഞ്ഞു. വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെക്കുലർ ബോർഡ്. സർക്കാരിൻ്റെ ഒരു സെക്കുലർ ഒരു ഏജൻസി പോലെ പ്രവർത്തിക്കുന്നതാണ് ഈ വഖഫ് ബോർഡ്. അപ്പോൾ അത് പൊളിഞ്ഞു. 2, അവർ പറഞ്ഞത് ഈ മുസ്ലിം ഇതര ആളുകൾ ആയിരിക്കും ഇതിൽ മജോറിറ്റി എന്നൊരു വാദം ഉന്നയിച്ചു. അവിടെയാണ് ഈ ചോദ്യം ചോദിച്ചപ്പോൾ സോളിസിറ്റർ ജനറൽ വളരെ കൃത്യമായിട്ട് കണക്ക് സഹിതം കൊടുത്തു. ഇന്നടത്ത് ഇത്ര പേരുണ്ടാകും, അതിൽ ഇതനുസരിച്ച് ഇത്ര പേര്, 2 പേരോ 3 പേരോ അതേ സാധ്യതയുള്ളൂ, ബാക്കി എല്ലാവരും മുസ്ലിം ഇതിൽപ്പെട്ടവർ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സുപ്രീം കോടതി തന്നെ ആ സംഗതിയുമായിട്ട് സർക്കാരിന് മുന്നോട്ട് പോകാം എന്ന് ഓൾറെഡി വിധി വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കേരള സർക്കാർ ഈ അമെൻമെൻറ്റിലെ ഇനിയിപ്പോൾ ഇത് റീസ്ട്രക്ചറിങ് നടത്തുമ്പോൾ അതെല്ലാം അംഗീകരിക്കാനും അത് നടപ്പിലാക്കാനും ബാധ്യസ്ഥമാണ്. പക്ഷേ LDF സർക്കാർ അത് ഒഴിവാക്കി. LDF സർക്കാർ ഇനി ഒരു കാര്യമുണ്ട്, പണ്ട് ഇലക്ഷൻ ഉണ്ടായിരുന്നു, ഇപ്പം നോമിനേഷനായി. എന്തുകൊണ്ടാണ് നോമിനേഷനായത്? വഖഫ് ബോർഡിലേക്ക് നോമിനേഷനായതിൻ്റെ കാരണം അത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട, അതിൽ അവാന്തര വിഭാഗങ്ങളുണ്ട്, ആ അവാന്തര വിഭാഗങ്ങളിൽ നിന്ന് എല്ലാവർക്കും റെപ്രസെൻറ്റേഷൻ വേണം. അതുകൊണ്ടാണ് നോമിനേഷൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അറിയാവോ, LDF സർക്കാർ വെച്ചുകൊണ്ട് പോയിരിക്കുന്ന ഈ വഖഫ് ബോർഡ് 9 അംഗങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. 9 പേരും സുന്നി മുസ്ലിങ്ങൾ മാത്രമാണ്. അപ്പോൾ അത് ഈ നിയമത്തിൻ്റെ സ്പിരിറ്റിന് ചേർന്നതാണോ? തീർച്ചയായിട്ടും നിയമത്തിനെതിരായിട്ട് പോയിരിക്കുന്ന തന്നെയാണ്. ഇനി ഒരു MLA അതിൽ കയറ്റി വെച്ചിട്ടുണ്ട് ഇലക്ഷന് 2 മാസം മുമ്പ്. ഇനി ഈ കഴിഞ്ഞ ഇലക്ഷനിൽ അദ്ദേഹം തോൽക്കുകയും ചെയ്തു. അപ്പം ഇനി അദ്ദേഹം MLA ആണോ? അപ്പോൾ MLA പ്രതിനിധി എന്ന് അദ്ദേഹത്തെ വിളിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇല്ല, പറ്റില്ല. ഇനി
ഇതുപോലെ തന്നെ മറ്റ് വഖഫ് ബോർഡിൻ്റെ ക്രമീകരണത്തിൽ എൻ്റെ മനസ്സിലിപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളും ഉണ്ടായിരുന്നു, പെട്ടെന്ന് എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ റീസ്ട്രക്ചറിങ്, ഈ റീസ്ട്രക്ചറിങ് കേരളത്തിൽ നടന്നിരിക്കുന്നത് തെറ്റായ രീതിയിലാണ്. വഖഫ് നിയമം അനുസരിച്ചല്ല റീസ്ട്രക്ചറിങ് നടത്തിയിരിക്കുന്നത്. വേണ്ടത്ര റെപ്രസെൻറ്റേഷൻ വന്നിട്ടില്ല. അതിനകത്ത് ഇപ്പോൾ ഇരിക്കുന്നയാൾ MLA അല്ലാത്ത ആളാണ്. അവിടെ MLA ഇരിക്കേണ്ടടുത്ത് MLA അല്ലാത്ത ആളിരിക്കുന്നു. അതുകൊണ്ട് ഈ വഖഫ് ബോർഡ് കോടതി പിരിച്ചുവിടണം. കോടതിക്ക് അത് സാധിക്കും. അതെ. അപ്പോൾ അതുകൊണ്ട് ഇനി രണ്ടുപേരെ കയറ്റിയാൽ മതി എന്നുള്ള വാദമല്ല വേണ്ടത്. അങ്ങനെയല്ല, ഇത് പിരിച്ചുവിടണം. വഖഫ് ബോർഡ് കോടതി പിരിച്ചുവിടണം. സർക്കാരിന് പിരിച്ചുവിടാൻ പറ്റില്ല. സർക്കാരിന് പിരിച്ചുവിടാനുള്ള വകുപ്പുകൾ വേറെയുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോൾ തൽക്കാലം അതിന് പറ്റിയതല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ കോടതിക്ക് ഇത് പിരിച്ചുവിടാൻ സാധിക്കും. ഇപ്പം ഈ മുനമ്പം വിഷയം വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ മുസ്ലിം മതങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടം, അങ്ങനെ ഒരു രീതിയിൽ വളച്ചൊടിക്കുന്നുണ്ട് ഈ പ്രശ്നത്തെ. അതിനെപ്പറ്റി എന്താണ് അച്ഛന് പറയാനുള്ളത്? ആ രീതിയിൽ ഈ പ്രശ്നത്തെ അവതരിപ്പിക്കുന്നവർ യഥാർത്ഥത്തിൽ വർഗീയവാദികളാണ്. തീർച്ചയായിട്ടും. അത് ആരായാലും, UDF ആയാലും LDF ആയാലും BJP ആയാലും ആ രീതിയിലാണ് ഇതിനെ കാണുന്നതെങ്കിൽ പക്കാ വർഗീയവാദികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുനമ്പത്തെ ഈ വലിയ കഷ്ടത്തിലായിരിക്കുന്ന 610 കുടുംബങ്ങളിൽ 400 കുടുംബങ്ങൾ മാത്രമേ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളൂ. ആകപ്പാടെ അവിടെ ഒരു പള്ളിയേ ഉള്ളൂ. 200ഓളം പേര് ഹൈന്ദവ മതത്തിലെ അവാന്തര വിഭാഗങ്ങളിൽ പെട്ടതാണ്. അവിടെ 2-3 അമ്പലങ്ങളുണ്ട് ഈ സോ കോൾഡ് വഖഫ് ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ ക്രിസ്ത്യൻ മുസ്ലിം എന്നുള്ളൊരു രീതിയിലേക്ക് വരുത്തുന്നത്? ഇത് തന്ത്രപൂർവമായ നീക്കമാണ്. അതിൽ നമ്മൾ ആരും പെട്ടുപോകരുത്. ഇത് അടിസ്ഥാനപരമായ ഒരു ലെജിസ്ലേഷണൽ പ്രോബ്ലം ആയിരുന്നു. ഒന്ന് നിയമനിർമ്മാണ പ്രശ്നമായിരുന്നു. അതുകൊണ്ട് വഖഫ് നിയമത്തിന് ശരിയായ രീതിയിലുള്ള ഒരു ഭേദഗതി അത് നടക്കേണ്ടത് ആവശ്യമായിരുന്നു. അപ്പോൾ ആ ലെജിസ്ലേറ്റീവ് പ്രോബ്ലം സോൾവ്ഡായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 2, ഇത് കേരള സംസ്ഥാനത്ത് നിലവിലുള്ള ഒരു അന്ധമായ ഒരു അധിനിവേശ ഒരു ഭ്രമം, ആ അധിനിവേശ ഭ്രമത്തിന് സർക്കാർ സംവിധാനങ്ങൾ ഓച്ഛാനിച്ച് നിന്നുകൊടുക്കുന്നൊരവസ്ഥ അത് കേരളത്തിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ നോക്കിയാൽ ഇതൊരു മതപ്രശ്നമാണ്. അതായത് ഒരു മതത്തിൻ്റെ നിയമം മറ്റുള്ളവരുടെ എല്ലാവരുടെ മേലിൽ അടിച്ചേൽപ്പിക്കാനുള്ളൊരു ശ്രമം, അതിനെ മതേതരവാദികളായ എല്ലാവരും കൂടി, ഏത് മതത്തിൽപ്പെട്ടവരായാലും, അത് മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ ക്രിസ്ത്യൻസോ എല്ലാവരും ചേർന്ന് അതിനെ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് ആവശ്യമാണ്. അപ്പം അത് അങ്ങനൊരു വിഷയമുണ്ട്. 3, സത്യത്തിൽ ഇതൊരു വലിയ ഇഗ്നോറൻസിൻ്റെ വിഷയമുണ്ട് ഇവിടെ. അതായത് നമ്മുടെ സർക്കാർ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവർക്ക് തങ്ങളുടെ റോൾ എന്താണെന്നും തങ്ങളുടെ കപ്പാസിറ്റി എന്താണെന്നും ആരെന്തു പറഞ്ഞാൽ ചെയ്യാമെന്നും ആരെന്തു പറഞ്ഞാൽ ചെയ്യാതിരിക്കാമെന്നൊക്കെ ഉള്ളൊരു സെൽഫ് അവെയർനെസ് പോലും ഇല്ല, പ്രത്യേകിച്ച് കേരളത്തിലെ റവന്യൂ വകുപ്പിന്. അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരെ ശക്തിപ്പെടുത്തേണ്ടതും അത്യാവശ്യം വിവരം കൊടുക്കേണ്ടതും ആവശ്യമുള്ളൊരു കാര്യം. അപ്പോൾ ഇതൊരു വെറും മതപ്രശ്നമല്ലെന്നേ, ഇത് പല വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. ഒരുപാട് വിഷയങ്ങളുടെ ഒരു സമ്മിശ്രമായിട്ട് കിടക്കുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. ഇവിടെ കാര്യങ്ങൾ പഠിക്കാതെ ഓരോരുത്തരും ഓരോ നിലപാടങ്ങൾ എടുക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. പഠിച്ചാൽ, ഈ വിഷയം പഠിച്ചാൽ നമുക്ക് സത്യത്തിൽ നല്ലൊരു രാഷ്ട്രനിർമ്മിതി സാധിക്കും. തീർച്ചയായിട്ടും. ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷനെ എങ്ങനെ നമുക്ക് ഉയർത്തിപ്പിടിക്കണമെന്ന് ബോധം കിട്ടും. എങ്ങനെ മതത്തിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷന് മേൽ പോകാനുള്ള ശ്രമങ്ങളെ എങ്ങനെ ചെറുക്കണം എന്ന് നമുക്ക് ബോധം കിട്ടും. എക്സിക്യൂട്ടീവ് എങ്ങനെ പ്രവർത്തിക്കണം, രാഷ്ട്രീയക്കാർ എങ്ങനെ ഉണർന്ന് പ്രവർത്തിക്കണം, എന്തിന് ജനപ്രതിനിധികൾ MLAയും MP ഒക്കെ തങ്ങളുടെ മൂക്കിന് കീഴിൽ നടക്കുന്ന ഒരു അനീതിയെ അത് എങ്ങനെ ചെറുക്കണമെന്നും എങ്ങനെ തടയിടണമെന്നും പഠിക്കാനുള്ളൊരു പാഠമായിട്ട് മുനമ്പം മാറും. തീർച്ചയായിട്ടും. അല്ലാതെ അയ്യോ വഖഫാണോ, വഖഫ് എന്ന് കേട്ടാൽ പിന്നെ ഞങ്ങളെല്ലാവരും പിന്നെ സല്യൂട്ട് അടിച്ച് മാറി പിടിക്കും. അത്തരത്തിലുള്ള ആ പരിപാടി ഇതോടുകൂടി തീരും. തീർച്ചയായിട്ടും. സത്യം പറഞ്ഞാൽ ഇതൊരു നല്ലൊരു സിറ്റിസൺ
ട്രെയിനിങ് ആണ് മുനമ്പത്ത്. പാഠ്യ വിഷയം കൂടിയാണ് ഇതല്ലേ. സൂപ്പറാണ്. നല്ല എനിക്കതുകൊണ്ട് വളരെ സന്തോഷമാണ് ഇതിൽ ഇടപെടാൻ കഴിയുന്നു എന്നുള്ളതിൽ. കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഒരു കത്തോലിക്ക പുരോഹിതനാണ്. ഞാനിത് ചെയ്യുന്ന ഒരു കാരണവശാലും മതത്തിൻ്റെ പേരിലല്ല. തീർച്ചയായിട്ടും ഒരു കാരണം എന്നെ ഒരാൾ ഇതിന് നിയോഗിച്ചിട്ടില്ല. എന്തിന്? ഞാൻ കേരള ലത്തീൻ സഭയുടെ ഭാഗമാണ്. കേരള ലത്തീൻ ഹൈറാർക്കിയുടെ അവരുടെ ഒരു ഒഫീഷ്യൽ രീതിയുണ്ട്. അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ചിലപ്പോഴൊക്കെ ഞാൻ അവരുടെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ കാര്യം പറയും. കാരണം തെറ്റാണെന്ന് തോന്നിയാൽ പറയേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് ഒരു മതത്തിൻ്റെ പേരിലല്ല, ഒരു സഭയുടെ പേരിലല്ല. ഞാനിത് ചെയ്യുന്നത് ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പേരിലാണ്. ഇതാണ് എനിക്കൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യം. ഇപ്പം ഈ മുനമ്പത്തെ പ്രശ്നം പറയുമ്പോൾ മുനമ്പത്തെ ജനങ്ങളെല്ലാം ഒരുമിച്ച് നിന്നൊരു സന്ദർഭം ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞൊരു കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് രണ്ടായിട്ട് തന്നെ വിഭാഗിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണാം. മുനമ്പത്തെ ജനങ്ങൾ തന്നെ രണ്ടായിട്ട് തന്നെ തിരിഞ്ഞു. ഒരു വിഭാഗം മുനമ്പത്തെ വഖഫ് ഭൂമിയുടെ എതിർത്ത് സംസാരിക്കുന്നു, മറ്റൊരു വിഭാഗം അല്ലാണ്ട് നിൽക്കുന്നു. അതെന്തുകൊണ്ടാണ് അവരുടെ ഇടയിൽ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വന്നത്? പക്ഷെ അവരുടെ ഇടയിൽ ആ ഒരു കോൺഫ്ലിക്റ്റും ഇത് വഖഫാണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഇല്ലാന്ന് ഓർക്കണം. അത് നമ്പർ 1 ആയിട്ട് ഓർക്കണം. സമരത്തിലാണ് വന്നിരിക്കുന്നത്. അവിടെ സമരത്തിൽ എപ്പോൾ മുതലാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായത്? അവിടെ എല്ലാവരും ഒന്നു ചേർന്ന് സമരം നടത്തിക്കൊണ്ടിരുന്നു. തീർച്ചയായിട്ടും. പക്ഷേ അതിനിടയിൽ കോൺഗ്രസ് നൽകിയ ഒരു വക്കീലിനെ വഖഫ് ട്രൈബ്യൂണലിലും അതിനു മുൻപ് ഹൈക്കോടതിയിലും തങ്ങളുടെ അഡ്വക്കേറ്റായി ആ വഖഫ് സംരക്ഷണ സമിതി അംഗീകരിച്ച ആ നിമിഷം മുതലാണ് ഈ പ്രശ്നം ഉണ്ടായത്. അതിനു മുമ്പ് ഒരു പ്രശ്നമില്ലല്ലോ. അവിടെയാണ് ഒരു പാർട്ടിക്കടിമ ആയി പോകുന്നൊരവസ്ഥ. അതാണ് സത്യത്തിൽ അവിടെ ഡിവിഷൻ ഉണ്ടാക്കിയത്. അതിനു മുൻപ് അവിടെ ഒരു പ്രശ്നമില്ല, വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നു. ഓർക്കണം, ഇത്തരത്തിൽ ഓശാരമായിട്ട് ഓരോ കാര്യങ്ങൾ കിട്ടുമ്പോൾ അതിൻ്റെ പിന്നിൽ ചില ചൂണ്ടകളുണ്ടാവും. അതല്ല വേണ്ടത്. നമുക്ക് സ്വതന്ത്രമായ നിലപാടോടുകൂടി ശക്തമായി ആ ഭൂമിക്ക് വേണ്ടി നിലകൊള്ളാനും നാട്ടുകാർക്ക് വേണ്ടി നിലകൊള്ളാനും ആണ് ശ്രമിക്കേണ്ടത്. ഭൂസംരക്ഷണ സമിതിക്ക് വലിയ പരാജയം അവിടെയാണ് ഉണ്ടായത്. രാഷ്ട്രീയ പാർട്ടികളുടെ പിന്നാലെ പോകുന്ന ഒരു രീതി അവർക്ക് വന്നു. അത് UDF പിന്നാലെ അവർ ഇങ്ങനെ കോൺഗ്രസിൻ്റെ പിന്നാലെ കുറേ നടന്നു. പിന്നെ LDF വന്നിട്ട് പറഞ്ഞത് ഞങ്ങളിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ സമരവും നിർത്തി. കണ്ടോ? അതായത് അല്പം പോലും ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയോ ഒരു നിഷ്പക്ഷമായ മനസ്സോ ഒരു ക്രിട്ടിക്കൽ ആയി കാര്യങ്ങളെ കാണാനുള്ള കപ്പാസിറ്റിയോ ഇല്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ, ഭൂസംരക്ഷണ സമിതിയിലുള്ളവർ. അവിടെയാണ് ആ ഒരു ഇനി ഡിവിഷനൊന്നും പറയാനില്ല. സ്വാഭാവികമായിട്ടും അവർ ചെയ്ത തെറ്റ് അതിനെ അവിടുത്തെ നാട്ടുകാർ അത് ശരിയല്ല എന്ന് പറയുന്നു. അത്ര തന്നെ. ആ ഡിവിഷനൊന്നും പറയാനില്ല. ഇവരെല്ലാവരും ഒറ്റക്കാര്യത്തിന് വേണ്ടി തന്നെയാണ് നിലകൊള്ളുന്നത്. എന്തു വന്നാലും ആ ഭൂമി വഖഫല്ല, മുനമ്പം ഭൂമി അവരുടെ സ്വന്തമാണ്. അത് എന്നും അവരുടെ സ്വന്തമായിട്ടിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പം മുനമ്പത്തൊരു BJP നേതാവ് ജയിക്കുന്നത്. പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരു BJP നേതാവ് ജയിക്കുകയുണ്ടായി. അപ്പം മുനമ്പത്തെ ജനങ്ങൾക്ക് ഈ BJPയുടെ ഭാഗത്തു നിന്നുണ്ടായ സഹായങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ സഹായങ്ങളുമുണ്ട്. അപ്പം അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടലുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? രാഷ്ട്രീയവൽക്കരിച്ചല്ല, എന്നാലും മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇത് പുതിയ മന്ത്രിസഭ വന്നപ്പോൾ അവർ വന്നോ അല്ലെങ്കിൽ അവരതിനു വേണ്ടി എന്തെങ്കിലും ചെയ്തോ? എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയമുണ്ടല്ലോ, ഒരു പാർട്ടി രീതിയിലുള്ള ഒരു ആ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോയി എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ അടിമത്തത്തുള്ള കുറേ പേര് പോയി, പിന്നെ കുറച്ച് പേര് LDFിലേക്ക് പോയി. ഇതുവരെ BJPക്ക് ആരുമില്ലായിരുന്ന ആ സ്ഥലത്ത് കുറേ പേര് BJP നേതൃത്വം എടുത്തു. ഞാൻ ഈ 3 പാർട്ടികളിൽ നിന്നും അകലം പാലിക്കുന്നയാളാണ്. BJP തുടക്കം മുതലേ ഈ സമരത്തെ സപ്പോർട്ട് ചെയ്ത് അവിടുത്തെ ലോക്കൽ ലോക്കൽ കമ്മിറ്റിയോ അവരിതിൽ തുടക്കം മുതലുണ്ടായിരുന്നു. അവിടുത്തെ വികാരിയച്ഛനും ആകപ്പാടെ കൂടെ ഉണ്ടായിരുന്നത് അന്ന് ഇവരായിരുന്നു, ഏറ്റവും ആദ്യമായി പറയുന്നത്. തീർച്ചയായിട്ടും അത് അവരെപ്പോഴും സ്ഥായിയായിട്ടുണ്ടായിരുന്നു. മറ്റ് പാർട്ടികൾ ആരും അന്ന് കൂടെ ഉണ്ടായിരുന്നില്ല. അതാണ് ഒരു BJP അവർക്ക് ചെയ്ത സപ്പോർട്ട്, ലോക്കലായി ചെയ്ത സപ്പോർട്ട്. പിന്നീട് BJP സംസ്ഥാന നേതാക്കൾ ഇതിലേക്ക് കാര്യമായിട്ട് വരാൻ തുടങ്ങി. ശ്രീ MP ആയ
ഈ സുരേഷ് ഗോപി അദ്ദേഹം അവിടെ വന്നപ്പോഴാണ് ഭൂസംരക്ഷണ മുനമ്പത്തേക്ക് മാധ്യമ പട എത്തിയത്. ഞങ്ങളൊക്കെ അതിനു മുമ്പ് നാളുകളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതൊന്ന് മുഖ്യധാര ദൃശ്യമാധ്യമങ്ങളിൽ ഇതൊന്ന് വരുത്തിയിരുന്നെങ്കിൽ. പക്ഷേ നടക്കുന്നില്ല. അന്ന് അദ്ദേഹം വന്നപ്പോഴാണ് നടന്നത്. അപ്പോൾ ആ രീതിയിൽ ഇതൊരു പൊതു ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് പിന്നെ കുറേ സമരങ്ങൾ BJP നടത്തി. ആ രീതിയിലൊക്കെ സാധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സ്റ്റാലിൻ ദേവൻ സാറ് ഈ വിഷയം എന്നോടൊപ്പം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ആ സാറ് ഇത് മുഴുവൻ ശ്രദ്ധയപൂർവ്വം വായിച്ചാണ് സെക്ഷൻ 2-ൽ ഇതിന് സൊല്യൂഷൻ ഉണ്ട് എന്ന് കണ്ടെത്തിയത്. അദ്ദേഹം അക്കാര്യം എന്തുകൊണ്ട് സൊല്യൂഷൻ ബോറ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയ സൊല്യൂഷനാണ്. ബോറ കമ്മ്യൂണിറ്റിയുടെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാനായിട്ട് ഒരു ട്രസ്റ്റായിട്ടാണ് അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് വെച്ചത്. അല്ലാതെ വഖഫ് ബോർഡിന് കീഴിലല്ല ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്. അപ്പം ഞങ്ങളുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു പാർലമെൻ്ററി കമ്മീഷനിൽ പരാതി കൊടുത്തപ്പോഴാണ് അവർക്ക് വേണ്ടിയാണ് ആ സൊല്യൂഷൻ വന്നത്. ദൈവാനുഗ്രഹം കൊണ്ട് ഫാറൂഖ് കോളേജ് ഒരു രജിസ്റ്റേർഡ് ട്രസ്റ്റാണ്. ആ രീതിയിൽ കൃത്യമായി ഇതിലെല്ലാ ക്ലോസുകളും മുനമ്പത്തിന് ഗുണകരമായി വന്നു എന്നേ ഉള്ളൂ. ബോധപൂർവം ഉണ്ടാക്കിയത് അല്ല. ഒരു കാര്യം ഓർക്കണം, ഇന്ന് മുനമ്പത്തുകാർക്ക് ഇന്നലെ നാളെ എല്ലാം ശരിയാകും എന്ന് 100% ഉറപ്പോടി സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് കേന്ദ്രത്തിൽ കൊണ്ടുവന്ന ആ ഭേദഗതി ബില്ലാണ്. ബോധപൂർവമല്ല എങ്കിൽ പോലും അതിനകത്ത് സൊല്യൂഷൻ അവർക്കുണ്ട് എന്നുള്ളതാണ്. എത്രയും വേഗം കേന്ദ്ര സർക്കാർ ആ സെക്ഷൻ 2 അതിൻ്റെ റൂൾസ് പാസ്സാക്കി. ഇപ്പോൾ ഓൾറെഡി വഖഫ് മെമ്പേഴ്സിന് എടുക്കുന്ന കാര്യത്തിലുള്ള റൂൾസ് വന്നല്ലോ. ഉമീദ് പോർട്ടലിൻ്റെ റൂൾസ് വന്നല്ലോ. അങ്ങനെയെങ്കിൽ എത്രയും വേഗം ആ സെക്ഷൻ 2-ൻ്റെ റൂൾസ് കൂടി പാസ്സാക്കിയാൽ ഇവരുടെ ഈ കോലാഹലങ്ങളൊക്കെ അത് നടന്നോട്ടെ. KS ഹംസയും പിന്നെ അപ്പുറം ഷംസുദ്ദീനും ഒക്കെ അങ്ങനെ നടന്നോട്ടെ. സൊല്യൂഷൻ ആ വഴിക്ക് നിമിഷ നേരം കൊണ്ട് വരും. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ഉത്സാഹിക്കണം എന്നാണ് എനിക്ക് പറയാനായിട്ട്. അതാണ് മുനമ്പത്തെ ഭാവി കാര്യങ്ങൾ. പലതുണ്ട്. മുനമ്പത്തെ ഭാവി കാര്യങ്ങളാണെങ്കിൽ 4-5 സൊല്യൂഷൻസ് ഉണ്ട്. നിങ്ങളുടെ കയ്യിലാണ് ഇപ്പോൾ നിങ്ങളുടെ ഭാഗധേയം. ആർക്ക് സൊല്യൂഷൻ്റെ ക്രെഡിറ്റ് എടുക്കണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. UDFന് ക്രെഡിറ്റ് എടുക്കണോ എങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് റവന്യൂ വകുപ്പിലൂടെ ആ റവന്യൂ അറസ്റ്റ് ഇമ്മീഡിയറ്റായിട്ട് തെറ്റുതിരുത്തി പിൻവലിക്കുക. ഓക്കെ. BJP ക്രെഡിറ്റ് എടുക്കണോ ഇമ്മീഡിയറ്റായിട്ട് സൊല്യൂഷൻ റൂൾസ് പാസ്സാക്കുക. അപ്പോൾ ഇതുപോലെ ആർക്കും ക്രെഡിറ്റ് എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിലുള്ള മത്സരമാണ്, പാർട്ടിക്കാർ തമ്മിലുള്ള മത്സരമാക്കി മാറ്റുക. ഏതായാലും ഒരു കാര്യം വ്യക്തം, മുനമ്പം ഒരിക്കലും വഖഫായിരുന്നിട്ടില്ല. മുനമ്പം ഇപ്പോൾ വഖഫല്ല. മുനമ്പം നാളെ വഖഫായിരിക്കുകയില്ല. പിന്നെ ഭൂമി കൊള്ളക്കാർക്ക് വേണ്ടി ആരെങ്കിലും ഒത്താശ ചെയ്താൽ അതിൻ്റെ ദോഷം പിന്നീടുള്ള ഇലക്ഷനിൽ കാണാൻ സാധിക്കും. മുനമ്പത്തെ ജനങ്ങളൊക്കെ സ്വാഭാവിക ജീവിതത്തിലേക്ക് വരണമെന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. വഖഫിൻ്റെയോ അല്ലെങ്കിൽ റവന്യൂവിൻ്റെയോ ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളില്ലാതെ അവർ മുന്നോട്ട് അവർക്ക് സ്വാഭാവിക ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ? തീർച്ചയായിട്ടും അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കുകയും ചെയ്യാം. തീർച്ചയായും. നന്ദി. താങ്ക് യു ഡേന.